വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 11 ആണെന്ന് തോന്നുന്നു. അപ്പോഴാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന്റെ ഡബ് പരിപാടിയെല്ലാം കഴിഞ്ഞു. വീണ്ടും ഹൃദയം പോലെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളൊരു ഇത് തന്നെയാണ് ആക്ച്വലി ഇത്. സിനിമയുടെ വലുപ്പവും സ്റ്റാർ കാസ്റ്റിന്റെ വലുപ്പവും എന്നുള്ളതല്ല, സിനിമയുടെ കണ്ടന്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ന് ഓഡിയൻസ് നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ സന്തോഷത്തിലാണ്. കാരണം ഒരു ഇത്രയും വലിയൊരു മൂവിയിൽ അതിൻ്റെ ഒരു മെയിൻ കാസ്റ്റുകളിലൊന്നായിട്ട് അഭിനയിക്കാൻ പറ്റുക എന്നുള്ള പറയുന്നത് വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ റെസ്പോൺസിബിലിറ്റി 100% എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റി. അതിന്റെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടിയ ഓഡിയൻസിന്റെ റെസ്പോൺസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് കഴിഞ്ഞാലും നമ്മുടെ അഭിപ്രായത്തിനല്ല കാര്യം, ഇനി വരുന്ന ഷോകൾ കഴിഞ്ഞ് ആളുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പബ്ലിസിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഇതിന് ആവശ്യം. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മൂവി തന്നെയാണ് LLB എന്നാണ് വിചാരിക്കുന്നത്. ചെറിയ സിനിമകൾക്ക് എപ്പോഴും പ്രൊമോഷൻ ആവശ്യകത വളരെ അത്യാവശ്യമാണ്. എന്നാൽ വലിയ സിനിമകളുടെ പ്രൊമോഷനുകൾ വന്നിട്ടും വിജയിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർ ഇതിനെ രണ്ടിനും വിലയിരുത്തിയിട്ടാണ് ഇപ്പോൾ സിനിമ തിയേറ്ററിലേക്ക് വന്നത്. അപ്പോൾ പ്രേക്ഷകർ ചേഞ്ച് ആയി തോന്നുന്നുണ്ട്. അല്ല, എനിക്ക് ഫീൽ ചെയ്യുന്നത് സിനിമയുടെ വലുപ്പവും സ്റ്റാർ കാസ്റ്റിന്റെ വലുപ്പവും എന്നുള്ളതല്ല, സിനിമയുടെ കണ്ടന്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ന് ഓഡിയൻസ് നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു റിവ്യൂ വരുമ്പോഴും അല്ലെങ്കിൽ അവർ സിനിമ വന്ന് കണ്ടിട്ടായാലും അവർ എത്ര വലിയ സ്റ്റാറിന്റെ മൂവി ആണെങ്കിലും, വളരെ സ്റ്റാർ കാസ്റ്റ് കുറഞ്ഞ ആൾക്കാരുടെ മൂവി, ബഡ്ജറ്റ് കുറഞ്ഞൊരു മൂവി ആണെങ്കിൽ പോലും എന്തുമാത്രം കണ്ടന്റ് ആ മൂവിക്ക് ഉണ്ട് എന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ലതാണ് എന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാ മൂവികൾക്കും ഇവിടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാവും. അതെ, അതാ തോന്നുന്നു. വർഷങ്ങൾക്ക് ശേഷത്തിന് മുമ്പ് അടുത്ത ആഴ്ച ടോവി പടമുണ്ട്, അന്വേഷിപ്പിൻ കണ്ടെത്തുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 11 ആണെന്ന് തോന്നുന്നു. അപ്പോഴാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന്റെ ഡബ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ബാക്കി ഇനി അവർ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തന്നെ അതിനോട് അപ്ഡേഷൻ ഉണ്ടാവും. താങ്ക് യു. ഈ സിനിമ വന്നിട്ട് അതായത് ആ ഒരു കോമ്പിനേഷൻ നമ്മളെ ഹൃദയത്തിൽ കണ്ട ആ ഒരു കോമ്പിനേഷൻ ആൾക്കാരുടെ വീണ്ടും ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇല്ല, അതുപോലെ നമ്മൾ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. വീണ്ടും ഹൃദയം പോലെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളൊരു ഇത് തന്നെയാണ് ആക്ച്വലി ഇത്. അത് ഞാൻ മാത്രമല്ല, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അതെനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറേ ആർട്ടിസ്റ്റുകൾ അതിലുള്ളത് കൊണ്ട് തന്നെ അവരെല്ലാവരും ഒരു ഫ്രെയിമിൽ വരുമ്പോൾ ഒരു ഹാപ്പിനെസ് ആയിരിക്കും കാണുന്നവർക്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ, നല്ലത് മാത്രമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോഴൊക്കെ അത് നമ്മുടെ ജഡ്ജ്മെന്റ് ചിലപ്പോഴൊക്കെ ശരിയാവുന്നതാണ്. പരാജയപ്പെടുന്ന സിനിമകളും ഉണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് അത്രയും കിട്ടാതെ പോയ സിനിമകളും ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഏറ്റവും സിനിമയെ ഒരാൾ സിനിമ ഒരു സ്റ്റോറി പറയുമ്പോൾ അയാൾക്ക് എത്രമാത്രം അതിനോടുള്ള ഒരു ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. ആ ആത്മാർത്ഥത തന്നെയാണ് ഒരു 50% നമുക്ക് അതിലോട്ട് ഇതാകുന്നത്. ആ ആത്മാർത്ഥത തുടങ്ങും തൊട്ട് തീരുന്നവരെ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഉണ്ടായാൽ ആ സിനിമ ഒരു സക്സസ് ആവുകയും ചെയ്യും. ഞാൻ ഒരുപാട് നോ പറഞ്ഞിട്ടുണ്ട്. സീരിയസ്ലി ഹൃദയമൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഈ കൂട്ടുകാരൻ, ഇത് ഒരുപാട് കൂട്ടുകാരന്മാർ വന്നതാ, ഒരുപാട് ഈ നായകന്റെ കൂട്ടുകാരൻ വന്നതാ. ഞാൻ അതിൽ ഒരുപാട് നോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഭയങ്കര അഹങ്കാരത്തിൽ പറഞ്ഞതല്ല, ഞാൻ അന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ ഒരു കൂട്ടുകാരൻ മാത്രമേ. എന്നിട്ട് പോലും ഞാൻ വന്നതിൽ വളരെ എനിക്ക് മറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയതാണ് ഈ തെക്കൻ തല്ലിയേഴ്സും ഒക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഇപ്പോൾ ഇതിലായി കഴിഞ്ഞാലും സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഹൃദയത്തിൽ നിന്ന് ആ ഒരു ക്യാരക്ടർ അല്ല ഇതുള്ളത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്യാരക്ടറിന് ഒരു ഗ്രാഫ് ഉണ്ടോ എന്നൊക്കെ മാത്രമേ ചിന്തിക്കാറുള്ളൂ. പിന്നെ ഇതൊക്കെ എപ്പോഴും സംഭവിക്കണമെന്നൊന്നുമില്ല, മേ ബി സംഭവിക്കാം. ആൾക്കാർക്ക് ഇനി ഒരു പ്രതീക്ഷ ഉള്ളത് ഇത്തരം ക്യാരക്ടേഴ്സ് മാറിയിട്ട് വയലൻ്റായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചിലപ്പോൾ സൂട്ടബിൾ ആവുന്ന പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര വൈഡായിട്ടുള്ള ക്യാരക്ടേഴ്സ്, അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്യും. ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എന്തായാലും ചെയ്ത് നോക്കണമെന്നുണ്ട്, ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും. പിന്നെ അങ്ങനെ ഇന്നത് ചെയ്യില്ല എന്നുള്ളതൊന്നും അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ല. റിപ്പീറ്റ് ആവാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാനത് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ആദ്യമേ അവരോട് പറയാറുണ്ട്, ചേട്ടാ എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് ഉള്ളത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചെയ്യാം എന്നുള്ളത്. പിന്നെ പേഴ്സണലി എനിക്ക്
എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയം വന്നപ്പോ കോവിഡിന് ശേഷം ആൾക്കാർ മൊത്തം തിയേറ്ററിലേക്ക് അടിച്ചേറിയ സിനിമയാണ്. ആ. അപ്പൊ ഈ വർഷങ്ങൾക്ക് ശേഷം വരുമ്പോഴും ഈ തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറും. അതൊന്നും അറിയില്ല. അത് ഇടിച്ചു കയറുമെന്നൊന്നും അറിയില്ല. അത് മാത്രമല്ല, അപ്പൊ ഒരുപാട് നല്ല സിനിമകളുണ്ട് വിഷുവിന്. ആടുജീവിതം ഉണ്ട്, പിന്നെ ജയ് ഗണേഷ് എപ്പോഴാണെന്ന് തോന്നുന്നു അതുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾ ആ സമയത്തുണ്ട്. അപ്പോൾ എല്ലാത്തിനും ആൾ കയറട്ടെ, എല്ലാത്തിനും ആൾ ഇടിച്ചു കയറട്ടെ. അപ്പോൾ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു.